വളരെ സിമ്പിളായിട്ടുള്ള 2 മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയാണെന്ന് ഇവിടെ കാണിക്കുന്നത്. ഒരെണ്ണം കൂർക്ക വെച്ചിട്ടും ഒരെണ്ണം വഴുതനങ്ങ വെച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ കൂർക്ക വെച്ചിട്ടുള്ളതാണ് കാണിക്കുന്നത്. കൂർക്ക നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ സ്റ്റവിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഒരു ഹാഫ് വേവലാവുമ്പോൾ ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ അതിനെ തുറന്ന് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വറവിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയാണ്. സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എരിവിനായിട്ട് വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കൂർക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിൽ കൂർക്കയിൽ നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പിൻ്റെ കുറവ് വല്ലതും തോന്നുകയാണെങ്കിൽ ഈ മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ സമയത്ത് തന്നെ വളരെ കുറച്ച് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആവണ ഒരു പരുവത്തിലാക്കിയെടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ മുളക് പൊടിയിൽ കിടന്നിട്ട് ഒന്ന് മൊരിഞ്ഞൊരു പരുവാവണം. ഒത്തിരി അങ്ങോട്ട് മൊരിഞ്ഞ പോലെയല്ല, എങ്കിലും കൂടി കുറച്ചൊന്ന് മൊരിഞ്ഞ പോലെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അടുത്തത് ചെയ്തിട്ടുള്ളത് വഴുതനയും വലിയ ഉള്ളിയും കൂടി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഴുക്ക് പുരട്ടിയുടെ റെസിപ്പി തന്നെയാണ്. അതിനായിട്ട് ഞാൻ 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുള്ള വരുന്നുണ്ട് നാട്ടിൽ, അങ്ങനത്തെ എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. ഒത്തിരി അങ്ങോട്ട് വലിയൊരു ടൈപ്പ് വരുന്നുണ്ട് ബ്ലാക്ക് കളറുള്ളത്. അതിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഉണ്ടുള്ളതോ ഇതേപോലത്തെ ഒക്കെ എടുക്കുക. അതേപോലെ അതിലേക്ക് ഒരു വലിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കാനായിട്ട് സ്റ്റവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണ ഏതെങ്കിലും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഞാനിവിടെ അടച്ച് വെച്ചിട്ടല്ല വേവിക്കുന്നത്, തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. അടച്ച് വെച്ച് വേവിച്ച് വരുമ്പോൾ ഒത്തിരി അങ്ങോട്ട് വെന്ത് അലുത്ത് പോവും. അപ്പം അങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കില്ല. അതുകൊണ്ട് ഞാനിവിടെ തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്താൽ മതി. ഇനി അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ പച്ചമുളക് ചേർക്കുന്നില്ല. ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ലാസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതാണ് എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഒരു പകുതി വേവൊക്കെ ആയി വന്നിട്ടുണ്ട്. ആ സമയത്ത് വെളുത്തുള്ളി തൊലി കൊടുക്കണ ചതച്ചാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചതച്ചിട്ട് ഒരു 3-4 അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി അതിലേക്ക് അതേപോലെ ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പച്ചമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പകരം പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ലാസ്റ്റാണ് ഇപ്പോൾ ഉണക്കമുളക് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് എടുക്കുന്നത്. ഒത്തിരി അങ്ങോട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ അലുത്ത് പോവും. അപ്പോൾ ഇതേപോലെ കഷ്ണങ്ങളായിട്ട് കിട്ടില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.